പിറന്നാൾ ആശംസകൾ. പിറന്നാൾ ആശംസകൾ കിച്ചു, മുറ്റുമണി, ഉമ്മ. ഇന്നലെയായിരുന്നു ഞങ്ങളുടെ മോൻ്റെ പിറന്ന നാൾ കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് വിളക്കൊക്കെ വെച്ച് ഒരു വാഴേൻ്റെ ഇലയിൽ കുറച്ച് കറികളും ചോറും പായസവും ഒക്കെ ആയിട്ട് ഒരു ഊണ് കൊടുക്കണമെന്ന് നല്ല താല്പര്യമായിരുന്നു. പിന്നെ പരമാവധി ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ സംസ്കാരം അതുപോലെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അങ്ങനെ അങ്ങോട്ട് വിട്ട് കളഞ്ഞിട്ടില്ല. അങ്ങനെ വിട്ട് കളയുന്ന ഒരാളല്ല. ഒരു പക്ഷേ ഞാനൊരു നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്ന ആൾ കൊണ്ട് അങ്ങനെ കൂടി ആയിരിക്കാം അങ്ങനെ ഒരു ചിന്താഗതി. എന്തായാലും ഇന്നലെ ഞങ്ങളുടെ മോൻ്റെ പിറന്നാൾ. അപ്പോൾ ഇതുപോലെ വിളക്കൊക്കെ വെച്ച് ഞാൻ അവനൊരു ഉരുള ആദ്യം കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കും ഒരു സൈഡിലേക്ക് കളയാൻ വേണ്ടിയിട്ട്. അതുപോലെ അപ്പോൾ അവനത് എടുത്ത് കഴിക്കാനാണെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അവന് ഒരു വായ ആദ്യം വാരി കൊടുത്തു. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും അവന് ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഞങ്ങളുടെ മോന് വേണം. പിന്നെ ദീപുവേട്ടന് പിന്നെ ഞാൻ രാവിലെ തന്നെ ടിഫിൻ ബോക്സിൽ എല്ലാ കറികളും പായസവും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഞാൻ ലഞ്ച് ബോക്സ് കൊടുത്തു വിട്ടു കേട്ടോ. ആൾക്കും ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അങ്ങനെ കറികളൊക്കെ ഒരു 5 തരം കറികൾ മാത്രമാണ് ഉണ്ടായത്. ഞാൻ ദീപുവേട്ടൻ്റെ അമ്മേനോട് വിളിച്ചു ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒറ്റ സംഖ്യ വരണം കറികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഒരു സാമ്പാർ, പിന്നെ മസാലക്കറി, ഒരു ഉപ്പേരി, പിന്നെ അച്ചാർ, പിന്നെ ഒരു സലാഡ് പോലെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ പിന്നെ പായസം, പപ്പടം, ചോറ് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ അവനൊരു ഉമ്മയൊക്കെ കൊടുത്തു. വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നലെ ഉണ്ടായ ഓരോരോ വിശേഷങ്ങൾ. ഇതാണ് ദീപുവേട്ടന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 14-ാം തീയതി ആയിരുന്നു കേട്ടോ കിച്ചുവിൻ്റെ ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കേക്കൊക്കെ കട്ട് ചെയ്തു, ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ആഘോഷിച്ചു കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.